പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതം എങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവിക സമാധാനവും സ്നേഹവും ഐക്യവുമുള്ള ഒരു ലോകത്തിനായുള്ള സ്വപ്നം എന്ന വിഷയത്തെ പറ്റിയാണ്. ലോകം ഇന്ന് യുദ്ധങ്ങളാലും അഴിമതിയാലും വിഭജനങ്ങളാലും കഷ്ടപ്പെടുകയാണ്. അനേകരുടെ ഹൃദയങ്ങളിൽ വിദ്വേഷവും സ്വാർത്ഥതയും വേരൂന്നിയിരിക്കുന്നു. ലോകത്തിലെ ഭൂരിഭാഗം സമ്പത്തും ഒരു ചെറിയ വിഭാഗം ആളുകൾ കൈവശം വയ്ക്കുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുന്നു. സമൃദ്ധിയായി എല്ലാം നൽകുന്ന സൃഷ്ടാവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഏറെ അകലെയാണിത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിയത്? ദൈവം ആഗ്രഹിക്കുന്ന നീതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പോൾ യേശു മറുപടി നൽകി, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് പ്രധാനവും ഒന്നാമതുമായ കൽപ്പന. രണ്ടാമത്തേത് ഇതിന് തുല്യമാണ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. മത്തായിയുടെ സുവിശേഷം 22:37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹമാണ് ദൈവപ്രമാണത്തിന്റെ കാതൽ. എന്നാൽ ലോകം ഇതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. 10% ആളുകൾ 75% സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹമില്ലായ്മയുടെ ലക്ഷണമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പരസ്പരം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിക്കുന്നു. റോമർ 13:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യുദ്ധങ്ങളും അഴിമതിയും ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോഴാണ്. യാക്കോബ് 4:1 മുതൽ 4 ഇതിന്റെ മൂലകാരണം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തോടുള്ള സൗഹൃദം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. ഇതിനുള്ള പരിഹാരം യേശുവിൻ്റെ സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. സൽപ്രവൃത്തികളിലൂടെ നാം ലോകത്തിന്റെ വെളിച്ചമാകണം. ദരിദ്രരെ സഹായിക്കുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തുന്നതുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മീഖ 6:8 പറയുന്നു, മനുഷ്യ, നല്ലത് എന്താണെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തോടുകൂടെ വിനയത്തോടെ നടക്കുക എന്നതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വിശ്വാസത്തോടെ നൽകുന്നവർക്ക് ദൈവം അനുഗ്രഹം നൽകുന്നു. ലോകം ഇന്ന് സ്നേഹത്തിനായി ദാഹിക്കുകയാണ്. ഭയവും നിരാശയും നിറഞ്ഞ ഈ തലമുറയിൽ പ്രത്യാശയുടെ വെളിച്ചമാകാൻ നമുക്ക് സാധിക്കണം. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമാണ്. ദൈവസ്നേഹം വാക്കിലല്ല, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത്. ദൈവം നമ്മെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വിഭജനവും സ്വാർത്ഥതയും യുദ്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തെ നിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും പാതയിൽ നിന്ന് ഞങ്ങൾ പലപ്പോഴും അകന്നു പോയിരിക്കുന്നു. ദൈവമായ കർത്താവെ, കടുപ്പമേറിയ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് മൃദുവാക്കണമേ. സ്വാർത്ഥതയ്ക്ക് പകരം ഔദാര്യവും വിദ്വേഷത്തിന് പകരം കരുണയും ഞങ്ങളിൽ നിറയ്ക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കാനും ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകത്തിന്റെ വെളിച്ചമായി ജീവിക്കുവാനും എളിയവരെ സഹായിക്കുവാനും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഈ ലോകത്തെയും കാത്ത് പാലിക്കട്ടെ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.